അക്കൗണ്ട് തുറന്നാൽ മതിയെന്ന് BJP പറഞ്ഞെങ്കിലും അതിലെ അപകടം ശരിക്കും അനുഭവിച്ചത് രാജഗോപാലാണ്. സിംഹക്കൂട്ടിൽപ്പെട്ട പൂച്ചയുടെ അവസ്ഥയിലായിരുന്നു ഇന്ന് രാജഗോപാലിന്. നിയമസഭയിൽ LDF UDF അംഗങ്ങൾ രാജഗോപാലിനെ വരിഞ്ഞു മുറുക്കി. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയണം, സഭ കേട്ടില്ല. അപ്പോ ഞാനടക്കം പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുമ്പോഴായിരുന്നു ഐസക്കിന്റെ ക്ലാസ്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രാജഗോപാലിനെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങേക്ക് ഇതിന്റെ അപകടം മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ എണ്ണി പറയാം. അങ്ങേക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നു. രാജഗോപാലിന് ഏത് നിമിഷവും വഴങ്ങിക്കൊടുക്കാനും ഐസക് സദാ തയ്യാറത്രേ. രാജ ഞാൻ വഴങ്ങിത്തരാം, അങ്ങ് പറയൂ. ഈ അവകാശം കൊടുത്താൽ എന്താ സംഭവിക്കുക? ഐസക്കിന്റെ ആദ്യ ചോദ്യം ഇങ്ങനെ: ഈ മലയാളികള്, ഈ ബാങ്കിൽ വിശ്വാസമുള്ളവര് അവിടെ ഇട്ടിരിക്കുന്ന 24,000 രൂപ പോലും പിൻവലിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന അങ്ങ് പറ. വിദ്യാർത്ഥിയുടെ മറുപടി ഇങ്ങനെ: ഫോർമലായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിരുന്ന് ബന്ധപ്പെട്ട ആൾക്കാരിന്ന് പ്രായോഗികമായിട്ടുള്ള പോയിന്റ്സ് ചൂണ്ടിക്കാണിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ വേണ്ടത്. അത് ചെയ്യുന്നല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. അടുത്ത പ്രഹരം മുഖ്യമന്ത്രി വകയായിരുന്നു. രാജഗോപാൽ പറയുന്നത് തിരുത്തി മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റു. ഇത് രണ്ടാമത്താണ് അദ്ദേഹം ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളെന്തോ ആദ്യം ഒരു പ്രക്ഷോഭത്തിലേക്ക് പോയി എന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സർ, ഇവിടെ നടന്നത് ഈ കാര്യം ഉണ്ടായ ഉടനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ധനകാര്യമന്ത്രിയും ഞാനും കൂടി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നത്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ടതല്ല, ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഐസക് നിർത്തിയില്ല. എന്താണ് രാജ്യസ്നേഹമെന്നായിരുന്നു അടുത്ത ക്ലാസ്. ആത്മാഭിമാനമുള്ള മലയാളി മുഴുവൻ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൂ. സർ, കേരളമെന്ന് കേട്ടാൽ തിളക്കണം ഞരമ്പുകളിൽ രക്തം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം. രണ്ടുമുണ്ട് സർ രാജ്യസ്നേഹത്തില്, രണ്ടുമുണ്ട് ദേശീയതയിൽ. കുട്ടിയുടെ ഉത്തരം ഇങ്ങനെ: പ്രധാനമന്ത്രി നയങ്ങളെയും അങ്ങനെ വ്യാപകമായി എതിർക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത്രയും സമയം ചെലവഴിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ കൂട്ടായിട്ട് പോവുക എന്നുള്ളതുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യമല്ല, പ്രായോഗികമല്ല. അത് രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണുള്ളൂ. നേരെ മറിച്ച് ഈ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ഈ ഡിസ്കഷൻസിന്റെ എല്ലാം വെളിച്ചത്തിൽ പോയി കണ്ട് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവസാനം ഐസക് മാഷിന്റെ വക ഇങ്ങനെ ഒരു ഭീഷണിയും: ആര് ഈ ഭരണ സംഘങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും കേരളം ഒറ്റക്കെട്ടായിട്ട് സംരക്ഷിക്കും. പുല്ല് ജയിക്കണ്ടായിരുന്നു എന്ന് ഒരു 100 തവണ കരുതിയിട്ടുണ്ടാകും രാജേട്ടൻ. നിയമസഭയിലെ ഈ പ്രകടനം കണ്ടാൽ ആരും ഒന്ന് പറഞ്ഞു പോകും, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തരുതെന്ന്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.